പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ജോബാണ് റിവ്യൂസ് കൊടുത്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുക എന്നുള്ളത്. റിവ്യൂസ് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാരണ റിവ്യൂസ് കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു സ്റ്റോറി വായിച്ചിട്ട് അതിനെപ്പറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ആർട്ടിക്കിൾ വായിച്ചിട്ട് അതിനെപ്പറ്റി, ചിലപ്പോൾ വീഡിയോസ് കണ്ടിട്ട് അതിനെക്കുറിച്ച്, ചിലപ്പോൾ സ്ഥലങ്ങളുടെ റിവ്യൂ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. ഈ സൈറ്റിൽ നമ്മുടെ ഉടായ്പകളൊന്നും നടക്കില്ല. ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ക്യാഷ് കിട്ടത്തുള്ളൂ. ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂസാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്താണ് ക്യാഷ് കിട്ടുന്നതും, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എന്താണ് ഡീറ്റെയിൽസിന് നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു എമൗണ്ട് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ UPIയിലേക്ക് കിട്ടുന്നതുമായിട്ടുള്ളൊരു ജെനുവിനായിട്ടുള്ളൊരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. നിങ്ങളിൽ എന്താണ് കുറേ പേര് കേട്ടിട്ടുണ്ടാവും, കുറച്ച് പേര് കേട്ടിട്ടില്ലായിരിക്കും. കേട്ടിട്ടുള്ളവരാണെങ്കിലും കേൾക്കാത്തവരാണെങ്കിലും ജസ്റ്റ് വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. ചിലപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ അതിനെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആളെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് സൊളാജ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നമുക്ക് റിവ്യൂസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പഠിച്ച കോളേജിൽ, ഏത് കോളേജിനെ പറ്റി വേണമെങ്കിലും നമുക്ക് റിവ്യൂ കൊടുക്കാം. പക്ഷെ നമ്മളത് എന്ത് ചെയ്യുക, പഠിച്ചിട്ടുള്ള ഒരു കോളേജായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പഠിച്ചിട്ടുള്ള കോളേജിൽ വേണം നിങ്ങളിവിടെ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് വരുന്നവരാണ്, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇവിടെ റൈറ്റ് റിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണ് ആദ്യമേ തന്നെ കാണാം, റൈറ്റ് എ റിവ്യൂ ആൻഡ് ഏൺ അപ്പ് ടു 1000 rupees. 1000 രൂപ നമുക്ക് റിവ്യൂ കൊടുത്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എന്താണ് ഡേറ്റാസ് ഒറിജിനൽ ആണെങ്കിൽ നമുക്ക് എന്താണ് എക്സ്ട്രാ എന്താണ് 1000 രൂപ കിട്ടും. അപ്രൂവൽ ടേക്ക് അറൗണ്ട് എന്താണ് 24 മണിക്കൂർ തൊട്ട് 48 hours. നമ്മൾ കൊടുക്കുന്ന റിവ്യൂ അതിന് അപ്രൂവൽ കിട്ടുന്നത് 24 മണിക്കൂറിനോ 48 മണിക്കൂറിനോ ഇടയ്ക്ക് അവരെന്ത് ചെയ്യും, അപ്രൂവലാക്കി തരും. ഓരോ അപ്രൂവലിന് നമ്മൾ റെഫർ ചെയ്യുമ്പോഴും നമുക്ക് എത്ര രൂപ കിട്ടും, 50 രൂപ വെച്ച് കിട്ടും. മനസ്സിലായി? നമ്മൾ ഓരോ റിവ്യൂ കൊടുക്കുമ്പോഴും നമുക്ക് എത്ര രൂപ വെച്ച് കിട്ടും, 50 രൂപ വെച്ച് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ആ കൊടുക്കുന്ന റിവ്യൂസ് ഉണ്ടല്ലോ, അത് അവർ അപ്രൂവലായി എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന റിവ്യൂസ് ജെനുവിൻ ആണ്, അവർ അക്സെപ്റ്റ് ചെയ്താൽ അപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന UPIയിലേക്ക് 100 രൂപ ക്രെഡിറ്റ് ആവും. മനസ്സിലായി? അങ്ങനെയാണ് വരിക. അപ്പോൾ താഴോട്ട് വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് റിവ്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. പേര് കൊടുക്കണം, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, ഇമെയിൽ ID ഫീമെയിലാണോ മെയിലാണോ, പിന്നെ താഴോട്ട് വരുമ്പോൾ സെലക്ട് കോളേജ്, കോഴ്സ്, പിന്നെ നമ്മുടെ എന്താണ് പഠിച്ച സബ്ജക്റ്റ്, മാർക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കൊടുക്കണം. താഴോട്ട് വരുമ്പോഴത്തേക്കിനും നമ്മൾ എന്താണ് എടുത്ത കോഴ്സിൻ്റേതും, അതുപോലെ തന്നെ എത്ര രൂപയാണ് ഫീസ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ റിവ്യൂസ് കൊടുക്കണം. റിവ്യൂസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതല്ലാതെ നമ്മൾ സ്റ്റാർ ഓപ്ഷനുണ്ട്, സ്റ്റാറിങ്ങും കൊടുക്കണം. അങ്ങനെ നമ്മൾ ടോട്ടലി എന്താണ് ഫുൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ താഴെ വരുമ്പോൾ അപ്ലോഡ് ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിനകത്ത് നമ്മുടെ ID കാർഡ്, അല്ലെങ്കിൽ നമ്മൾ ആ കോളേജിൽ പഠിച്ചു അല്ലെങ്കിൽ കോളേജിൽ ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പ്രൂഫ് അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ ID കാർഡ് യൂസ് ചെയ്യാം, അതല്ലാതെ സർട്ടിഫിക്കറ്റ് കാണുമല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അപ്ലോഡ് ചെയ്യുക. അപ്പം താഴോട്ട് വരുമ്പോഴത്തേക്കിനും ആ കോളേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾക്കിവിടെ സബ്മിറ്റ് ഓപ്ഷൻ വരും, സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത റിവ്യൂവിന് അവർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്രൂവൽ ചെയ്താൽ അപ്പം തന്നെ നിങ്ങൾക്ക് UPIയിലേക്ക് 100 രൂപ ക്രെഡിറ്റ് ആയി കിട്ടുന്നതാണ്. നമ്മളിപ്പം ഇതിനകത്ത് നമ്മുടെ UPI കൊടുക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു എന്താണ്, ഇപ്പം നമ്മളെല്ലാവരും ഒരു കോളേജിലല്ലേ പഠിക്കത്തുള്ളൂ, ഒന്നിൽ കൂടുതൽ കോളേജിൽ നമ്മളാരും പഠിക്കാറില്ല. അപ്പോൾ നോർമലി എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നും, ഒരു കോളേജിലെ ഡീറ്റെയിൽസിൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയല്ല, ഇപ്പം നിങ്ങളുടെ എന്താണ് ഫ്രണ്ട്സ്
കാണുമല്ലോ, അവർ വേറെ കോളേജിലാണ് പഠിച്ചിരിക്കുന്നെങ്കിൽ അവരുടെ എന്താണ് ഐ ഡി കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ കസിൻസ്, പിന്നെ ഫാമിലിയിൽ ഉള്ള എന്താണ് റിലേറ്റീവ്സ്, അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ കാണത്തില്ല നിങ്ങൾക്ക്, നിങ്ങളുടെ നെയ്ബേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ കയ്യിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളേജിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് അവരുടെ ഐ ഡി കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എന്താണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പേര്, ഡീറ്റെയിൽസ്, കോളേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരുടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് എന്താണ്, ജെന്യുവിനായിട്ടുള്ള കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ റിവ്യൂസ് കൊടുക്കുമ്പോഴത്തേക്കിനും എല്ലാം പോസിറ്റീവ് കൊടുക്കണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ നെഗറ്റീവ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്, അപ്പോൾ നെഗറ്റീവ് അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ്, ജെന്യുവിൻ ആയിരിക്കണം. കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും മറ്റൊരു ഇതിൽ എന്താണ് കോപ്പി പേസ്റ്റ് ചെയ്യാനോ പിന്നെന്താണ് നോക്കി നമ്മുടെ AI ടൂൾസ് വെച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും പാടില്ല. ജെന്യുവിനായിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ കൊടുക്കുക. അത് അവർക്ക് വായിച്ച് നോക്കി 24 hours നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ജെന്യുവിനാണെന്ന് അവർക്ക് ഉറപ്പ് വരുത്തിയാൽ അവർ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.